വാട്സപ്പിൽ ഇപ്പം അവതാർ ക്രിയേറ്റ് ചെയ്യാനുള്ള പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു അവതാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ ഈ ഒരു 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് അവതാർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് യുവർ അവതാർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ നമ്മുടെ സ്കിൻ ടോൺ ഏതാണ് എന്ന് ഇതിൽ ചോദിക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഒരു സ്കിൻ ടോണിന് മാച്ചായിട്ട് വരുന്ന ഒരു സ്കിൻ ടോൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സ്കിൻ ടോൺ സെലക്ട് ചെയ്യാണ്. നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് ഒരു കളർ ഇതിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ ആദ്യം നമ്മളോട് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്യാണ്. പിന്നെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്കിൻ ടോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ മാറ്റാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഹെയർ കളർ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഹെയർ കളർ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അത്യാവശ്യം തടിച്ചതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ല അത്യാവശ്യം മെലിഞ്ഞതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് സെലക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഐ കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇവിടെ ഐ മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഐബ്രോസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഐബ്രോയുടെ കളർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് പൊട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. പിന്നെ മൂക്കിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൂക്കുത്തിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വായയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫേസിൻ്റെ ഷേപ്പ്, ഫേസിൽ എന്തെങ്കിലും മാർക്കിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഫേസ് ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മീശയും താടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ അതിൽ ഇത് സെലക്ട് ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഫേഷ്യൽ കളറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് കുറച്ചും കൂടി ഒന്ന് ബ്ലാക്ക് ആക്കുകയാണ്. പിന്നെ കാതിൽ കമ്മൽ വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹിയറിംഗ് ഡിവൈസ് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ കണ്ണട വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കണ്ണടയുടെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ തലയിൽ തൊപ്പി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ തലയിലുള്ള തൊപ്പിയുടെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് മുകളിൽ ഡൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചേഞ്ചസ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പം നമ്മളെ അവതാർ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇനി പ്രൊഫൈൽ ഫോട്ടോ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു അവതാർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് അവതാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ മാറ്റങ്ങളൊക്കെ ഇതിലോട്ട് വരുത്താവുന്നതാണ്. ഇനി അവതാർ ചാറ്റിൽ എങ്ങനെ യൂസ് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടെ താഴെ നമുക്ക് ഇമോജി ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ പുതിയൊരു ഓപ്ഷൻ ഉണ്ടാവും അവതാറിൻ്റെ. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം അവതാർ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അവതാർ സെൻഡ് ചെയ്യാം. കുറേ അവതാർസും കാര്യങ്ങളൊക്കെ ഇതിൽ ഓപ്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ഒരു അവതാർ സെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം അവതാർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.